ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ARKFamന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മോയിന കൾച്ചറിൽ ഒരു പാർട്ട് 1 ആയി. അത് ഇന്ന് പാർട്ട് 2 ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഇതാ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത് മൊയിന ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല. അപ്പോൾ നമുക്കിന്ന് ഒന്ന് നോക്കിയാലോ. കാണുന്നുണ്ട്, വെയിലത്ത് വെച്ചോക്കാം. ഇതാണ് ഫ്രണ്ട്സ് ഞങ്ങളുടെ അടുത്തുള്ള മൊയിനയാണ്. അപ്പോൾ ഇതിപ്പോൾ കാണുന്നുണ്ടോ അറിയില്ല. നല്ല രീതിയിൽ മൊയിന ഉണ്ട് കേട്ടോ. ഇതൊരു ഉണ്ടോ അടുത്ത് കൂടെ ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ഓടി കളിക്കുന്നത് കാണാം. നീ മുകളിൽ നിന്ന് നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതെന്ത് വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഇത് നല്ല ഇതിങ്ങനെ മൊയിനപ്പോൾ ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തിൽ ഇപ്പോൾ എത്രത്തോളം കാണുന്നുണ്ടെന്ന് ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മുടെ ഈ ഒരു മൊയിന ഇതിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ നമുക്കിതൊന്ന് ഒഴിക്കുന്നത് കണ്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഒഴിക്കാൻ പോവാം. ഇതാ ഫ്രണ്ട്സ്, ഞങ്ങൾ ഒഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൊയിനൊക്കെ ലാസ്റ്റ് ആട്ടപ്പോൾ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിലത്തെ മൊയിനിപ്പോൾ എത്രത്തോളം ഉണ്ട്. എന്താ ഫ്രണ്ട്സ്, മൊയിനൊക്കെ കാണുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത് ഏകദേശം ഇതിൽ ഈ മൊയിന വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഇനി മൊയിന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം ഇതിൽ കൾച്ചർ ആവാൻ 4 ദിവസം എടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, 4 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ നമ്മൾ ഈ ദിവസം നമ്മൾ 4ാമത്തെ ദിവസം വരെ ഇതിൻ്റെ അപ്ഡേഷൻ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വൈക്കോലും കാര്യങ്ങളൊക്കെ ഇതാ ഫ്രണ്ട്സ് കണ്ടോ, ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ കളർ, ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളർ ഉണ്ടോ ഫ്രണ്ട്സ്, മുകളിൽ കൂടെ ഒക്കെ മൊയിന ഓടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറൊന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം അതൊന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. ഇതാ ഫ്രണ്ട്സ്, ഏകദേശം ഈ ഒരു കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ. ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബദാമിൻ്റെ ഇല ഇതാണ് ഫ്രണ്ട്സ്. ബദാമിൻ്റെ ഇല തന്നെയാണ് മെയിൻ കാരണം. ഇതെനിക്ക് അതാണ് ഇത്ര. അപ്പോൾ നമ്മളിന്ന് ബദാമിൻ്റെ ഇല ഇടാൻ മറന്നുണ്ടെങ്കിൽ ഇത്രോളം കളർ വന്നിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വൈക്കോല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതില്ല. അമ്മേരനെ ഇന്ന് നമ്മൾ സ്നേക് സ്കിൻ്റെ ഫീമെയിലിനെ നമ്മൾ കാണിക്കുന്നുണ്ട്. മെയിൽ ചത്തുണ്ടായിരുന്നു. അപ്പോൾ ഫീമെയിലിനും അതിന് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് കണ്ടോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഇതിലിപ്പോൾ മൊയിനൊക്കെ അപ്പോൾ നമ്മൾ ഇവിടെ അല്ലോട്ടോ വെക്കുന്നത്. അതുമാതിരി ഈ മൊയിനയുടെ നമ്മൾ 6 പാർട്ടാക്കുന്നുണ്ട്. അപ്പോൾ അപ്പോൾ ആദ്യത്തെ പാർട്ട് വന്നപ്പോൾ ഈ ഒരു വീഡിയോ 2ാമത്തെ പാർട്ടായിരിക്കും. അതുമാതിരി ദിവസത്തിൻ്റെ അപ്ഡേഷൻ കാണിക്കും. അതുമാതിരി 4ാമത്തെ ദിവസമായിരിക്കും നമ്മൾ ഇന്ന് മൊയിന എടുക്കുന്നത്. അതുമാതിരി കൊതുകാലൊക്കെ ഇട്ട് എടുത്തേക്കുന്നത്. നമ്മൾ കോയിടെക്സിൽ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ റൈറ്റ് നമുക്കറിയാം. അതുമാതിരി നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ സ്നേക് സ്കിൻ്റെ ഫീമെയിലൊന്ന് കണ്ടു നോക്കിയാലോ. ഫ്രണ്ട്സ്, ഇതാണ് സ്നേക് സ്കിൻ്റെ ഫീമെയിൽ. ഏകദേശം ബ്രീഡിങ് കഴിഞ്ഞിരിക്കുകയാണ്. സെക്കൻഡ് ബാച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അതുമാതിരി വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുമാതിരി മെയിൽ ചാവണ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് ബ്രീഡായെന്നാണ് മെയിൽ ചത്തത്. അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സ്. അതുമാതിരി നമ്മളിന്ന് കോയിടെക്സിൽ വാങ്ങുന്നതായിരിക്കും കേട്ടോ. അതിനിപ്പോൾ ഏകദേശം 200 രൂപയുടെ അടുത്ത് വരും. അതറിയില്ല. അപ്പോൾ നമ്മൾ വാങ്ങുന്നത് ഉറപ്പൊന്നുമില്ല. ഏകദേശം ഇപ്പോൾ കാശൊന്നും നമ്മുടെ കയ്യിലായിട്ടില്ല. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വാങ്ങുന്നതുണ്ടാവുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ നമ്മൾ നോക്കുമ്പോൾ മേലെ കൂടെ മൊയിന ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് ക്യാമറയിൽ നല്ല രീതിയിൽ കാണുന്നുണ്ട്. എന്താണ് ഈ ചെറിയ വെള്ളം ഇളക്കുന്നതൊക്കെ. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗീവയുടെ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതും കാണാൻ നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഗീവയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കിട്ടില്ല. അപ്പോൾ അഭിഷേകത്തിന് എടുക്കുമ്പോൾ കുറച്ചൊന്നും മതിയ. അപ്പോൾ ഗീവയുടെ കാര്യം നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി മാത്രമാണ് നമ്മൾ ഗീവ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ റെഡ് ചില്ലി മൊസൈക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആയാൽ നമ്മൾ അതിനൊരു വീഡിയോ ഇടും. അപ്പോൾ ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ആൾക്കാർ നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോൾ ഗീവന്നായി മൊസൈക്ക് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുക. എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ. മരുന്ന് എല്ലാവരും കമൻറ്റ് ഇടുന്നത്. കമൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്കാണ് നമ്മൾ റെഡ് ചില്ലി മൊസൈക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല. അപ്പം കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നത് തന്നെയാണ്. മരുന്ന് ഇപ്പോൾ ഏകദേശം 1000 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 103 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് വേണം കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കാനായിട്ട്. മരുന്ന് ഇപ്പോൾ ഗീവേ അതുമാതിരി നിങ്ങളിപ്പോൾ നമ്മുടെ റെഡ് ചില്ലി മൊസൈക്ക് ആവശ്യമുള്ളവരല്ല. പക്ഷെ നമ്മൾ ആകെ ഒരാൾക്ക് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ കുറേ പേര് കമൻറ്റ് ഇട്ടുള്ളൂ. അതൊന്നും കുഴപ്പമില്ല അല്ലേ. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്ക് മാത്രമായിരിക്കും നമ്മൾ അതുമാതിരി നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫാം തുടങ്ങുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാതിരി അതിലിപ്പോൾ ക്യാമറമാൻ കുറച്ചും കൂടി അടുത്ത് തന്നെ സൗണ്ട് ഉണ്ടാകും. അതുമാതിരി അങ്ങനെയുള്ളൊരു ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഗപ്പിൻ്റെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതെന്തായാലും നമ്മുടെ ഏകദേശം ഫാം കെട്ടും.
ഫ്രണ്ട്സ് അതുമാതിരി കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്ന ഒരു കാര്യമാണ് റെഡ് ചില്ലിയിൽ നിന്ന് കാണിക്കുക. അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ മേലങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഏകദേശം ഫാം കെട്ടിയ ശേഷമാണ് ഏതാ ഗിഫ്റ്റ് കൊടുക്കേണ്ടതെന്ന് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അതിപ്പോൾ നമ്മൾ പറയുന്നില്ല. പിന്നെ അതിനും കമൻറ്റ് ഇപ്പം നമ്മൾ അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ഗീവ് ഫാമിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പല ആർക്കും കമൻറ്റിൽ കൂടുതൽ ആർക്കും ലൈക്ക് കിട്ടണമെങ്കിൽ അവർക്ക് തന്നെയാണ്. എന്താ ഫ്രണ്ട്സ് നമ്മുടെ റെഡ് ചില്ലി മൊസൈക്ക് ഡംബോയർ ഗപ്പിയാണ്. അപ്പോൾ ഏകദേശം ബ്രീഡിങ് പെയർ ഏകദേശം അല്ല കേട്ടോ, ഏകദേശം ബ്രീഡിങ് അടുത്ത് വരുന്നതേ ഉള്ളൂ നമ്മുടെ ഗപ്പിയുടെ. ഏകദേശം ഈ ചെക്കൻ ഹൈഡോർസൽ സാധനമാണ്. മറ്റേനും നമ്മുടെ അടുത്ത് നല്ല ഫുൾ സൈസ് വേണം. നമ്മൾ പറഞ്ഞു ഒരിക്കലും അങ്ങനെ വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് മീഡിയം സൈസ് മതി, അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. ആകുമ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടുമെങ്കിലും നമ്മൾ നമുക്ക് ഏകദേശം അതാകുമ്പോൾ വലിയ സൈസ് വാങ്ങിക്കാൻ ഒരു 5-6 ബ്രീഡിങ്ങേ കിട്ടുള്ളൂ. ഇതാകുമ്പോൾ ഏകദേശം 12ഓളം ബ്രീഡിങ്, അതിൻ്റെ ഇരട്ടിക്ക് കുട്ടികളെ നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റേ ഇയറിൻ്റെ ക്വാളിറ്റിയൊക്കെ പറയുന്നത് നല്ല ക്വാളിറ്റി തന്നെയാണ്. പക്ഷേ ബ്രീഡിങ് പെയർ ഇന്നിപ്പോൾ ഏകദേശം 1 മാസം കൂടി മതി കേട്ടോ ബ്രീഡാവാൻ. പക്ഷേ അത്രയും ദിവസം വേണം. മരനിന് മോയനെ നമ്മൾ കാണിക്കില്ല, മോയനെ നമ്മൾ എടുത്ത് വെക്കുകയാണ്. ആ മരൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക്. ആ മരനെ നമ്മൾ മോയനെ വാല അടച്ചു വെക്കുന്നതായിരിക്കും. ബൈ ബൈ.